നമ്മുടെ ഇവിടുത്തെ റോസാപ്പൂക്കളോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കുറേ റോസാപ്പൂക്കൾ പല കളറിലുണ്ടെന്ന്. എന്ത് ഭംഗിയല്ലേ. തണുപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുക, ദിവസങ്ങളും അതുപോലെ പറന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മയും പോകാറായി, അമ്മയും തിരിച്ചു പോവുക നാട്ടിലോട്ട്. പിന്നെ ഞാൻ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നല്ല തണുപ്പാണ്, ഓരോ ദിവസവും നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച മോമോസ് ആട്ടോ. വൈകുന്നേരം സ്നാക്കിന് വേണ്ടി വാങ്ങിച്ചതേ നല്ല ചൂട് മോമോസ്. നമ്മുടെ മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തതാ. കൊണ്ടുവന്നപ്പോൾ കുറച്ച് തണുത്തിരിപ്പുണ്ടായിരുന്നു. വെജ് മോമോസ് ആട്ടോ. കൂടെ ഒരു ചട്നി അവർ തരും, ഒരു ചുവന്ന കളറിലെ. ദേ പാക്കിംഗ് ഒക്കെ ദേ നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ അവർ ചെയ്തു തരുവേ. നമ്മുടെ വറ്റൽമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അരച്ച് നല്ല ടേസ്റ്റാണ് സംഭവം. അങ്കു ദേ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടേ. സ്പൈഡർമാനായിട്ടാണ് വന്നത് കേട്ടോ. കൊടുത്ത തൊപ്പി ഇങ്ങനെ ശരിക്കും മുഖമൊക്കെ മറച്ചിട്ട്. ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്താൽ വിട്ട, കാരണം അവനിതൊന്നും വേണ്ടെന്ന്. പക്ഷേ എനിക്കൊരു വിഷമമാണ്. പിന്നെ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ ടേബിളിൽ എപ്പോഴും ഇതിങ്ങനെ വെച്ചേക്കും. അത് പൊളിച്ചിട്ടാനുള്ള ബോക്സ് വേറെ ഒന്നുമല്ല, നമ്മുടെ തോട് കപ്പലണ്ടി കേട്ടോ. അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മളവിടെ വന്നിരിക്കുമ്പോൾ പൊളിക്കും, കഴിക്കും. ഇത് തന്നെയാണ്. വയറും നിറയും, നമുക്ക് ചൂടും കിട്ടും. ഇതാണിപ്പം ഞങ്ങളുടെ ഒരു ഹോബി എന്ന് പറയാൻ. നമുക്ക് ഇവിടെയൊക്കെ ഈ വിന്റേഴ്സിന് മുക്കിന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം ഇത് കേട്ടോ. ഡിന്നർ എഗ് റോസ്റ്റും അപ്പവും. അപ്പോൾ അത് എഗ് റോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ കുറച്ച് കുറുക്കി വെച്ചേട്ടോ. പിന്നെ അതേ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ചൂടോടങ്ങ് കഴിക്കുക. ബാക്കി അമ്മ മെല്ലെ മെല്ലെ ചുട്ട് തരും. ആവശ്യത്തിന് കറി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെയും, ഈ തണുപ്പത്ത് മുട്ടയൊക്കെ കഴിക്കാൻ, അത് മുട്ട ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം മുട്ട തന്നെ. എല്ലാ പ്രോട്ടീനും കാര്യങ്ങളും കിട്ടും, ചൂടും കിട്ടും, ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെ. ഡെയിലി ഞങ്ങൾ കഴിക്കും കേട്ടോ. മെയിൻലി പുഴുങ്ങി തന്നെയാണ് കഴിക്കുന്നത്. അതാ കുറച്ചും കൂടെ നല്ലത് നമുക്ക് ദഹിക്കാനും ഒക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഗസ്റ്റ് വന്നെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ശേഷമുള്ള നമ്മുടെ അടുക്കളയുടെ ഒരു അവസ്ഥയായിരുന്നു ഇത്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഇത് ഇടണമെന്ന് വെച്ചിട്ട് ഞാൻ ഇടാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഈ വ്ലോഗിൽ അത് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കുറച്ച് മെനക്കെട്ട് വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് മാറ്റി എടുത്തു. ഈ തണുപ്പത്ത് ഈ ക്ലീനിങ് കുറച്ച് പാടുള്ള പണി തന്നെയാണ്. എങ്ങനെയെങ്കിലും അത് ഒതുക്കിയത് ഞാനൊന്ന് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് അതൊക്കെ ഇരുന്ന് കേടാൻ തുടങ്ങി. ഈ സമയത്ത് ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. തൊണ്ടയൊക്കെ വല്ലാണ്ട് അടച്ചിരിക്കുക കേട്ടോ. തണുപ്പിൻ്റേതാണെന്ന് തോന്നുന്നു. ഇതാണ് അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ ഒരവസ്ഥ. നല്ല ഫോഗുണ്ട്. താഴെയൊക്കെ മഴ പോലെ നനഞ്ഞു കിടക്കുന്നത് ഫോഗിൻ്റെ ഒരു വെള്ളം തന്നെയാണ്. രാക്കയ്ക്ക് ഓഫീസിൽ പോകണം, അങ്കുവിന് ഓൺലൈൻ ക്ലാസ് ആണ്. രാക്കയുടെ റെഡി ആവുന്നുണ്ട്, അങ്കു ഓൺലൈൻ ക്ലാസ്സിനും റെഡി ആവുന്നുണ്ട്. എന്നെ കളിയാക്കലാണ് അച്ഛൻ്റെയും മോൻ്റെയും മെയിൻ ഹോബി. അപ്പോൾ രാക്കയുടെ റെഡിയായി ഇറങ്ങുന്നുണ്ട്. 9 മണി കഴിഞ്ഞു. 9:30 നമ്മുടെ അങ്കുവിൻ്റെ ക്ലാസ്. 6 ഡിഗ്രിയാണ് അപ്പോൾ കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്. രാക്ക അങ്ങനെ മന്ദം ഓഫീസിൽ പോവാം. കുറച്ച് മടിയൊക്കെ ഉണ്ട് ഇപ്പോൾ പോകാൻ. തണുപ്പത്ത് അങ്ങനെ ആണല്ലോ. പുറത്ത് നേരമൊന്നും വെളുത്തിട്ടില്ല. ഇത് അങ്കുവിൻ്റെ ലഞ്ചാട്ടോ. അമ്മ എന്തോ സ്പെഷ്യൽ രീതിയിൽ മാഗിയും മുട്ടയും നമ്മുടെ പച്ചമുളകും ഉള്ളിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തതാ. ഞാനും അമ്മയും ഇന്ന് പുറത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി കഴിക്കുക. അങ്കു വരുന്നില്ല പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ, ഞാനും അമ്മയും. കാരണം അമ്മ പോകുന്നതിന് മുന്നേ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പോയി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ ഫുഡ് അവിടെ നിന്ന് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരേ പോകുന്നുള്ളൂ. ഇന്ന് ഞാനൊരു ഈസി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അതിൻ്റെ അളവ് ഗ്ലാസ് ആണ്. അതിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ആ സെയിം ഗ്ലാസ്സിൽ ഒരു 2.5 ഗ്ലാസ് ഓൾമോസ്റ്റ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ഈ അളവിൽ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദാക്കൂട്ടും റെഡി. ഇനി 2 മുട്ട നമ്മുടെ മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതൊന്ന് പതഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. പിന്നെ എസെൻസ്, വാനില എസെൻസോ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ്, ഞാനിപ്പോൾ വാനില എസെൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ വാനില കേക്ക് ആയിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അതും കൂടെ അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 3/4 ഗ്ലാസ് നെയ്യും കൂടെ അടിച്ചെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട്. ഞാനിത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ വാങ്ങിച്ച സെയിം ടൂട്ടി ഫ്രൂട്ടിയാണ്. നല്ല മധുരമുള്ള
നല്ല ക്വാളിറ്റിയുള്ള ടൂട്ടി ഫ്രൂട്ടി നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. കാരണം അത് സ്പ്രെഡ് ആകുമ്പോൾ ഈവനായിട്ട് നമ്മുടെ കേക്കിൽ കിടക്കാനാണ് മൈദയും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ ഒരു ഗ്ലാസ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിക്ക് നല്ല മധുരമുണ്ട്. പിന്നെ നമ്മുടെ ആ മുട്ടക്കൂട്ടിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ മൈദയും നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ ഇടഞ്ഞ് വെച്ചതും കൂടെ ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ ഇടയ്ക്കൊന്ന് ഒഴിച്ച് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഞാൻ നേരത്തെയും കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് വീഴുന്ന പോലെ ഇങ്ങനെ വീഴണം, ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യാവരുത്. എന്നിട്ട് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് നമ്മുടെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ രീതിയിൽ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബേക്ക് ചെയ്യാനുള്ള ട്രേ അതിലേക്ക് നമുക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ വീഴണം, ഇങ്ങനെ ഒട്ടി 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 ഒരു ചോക്ലേറ്റ് വീഴുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാനുണ്ട്. അപ്പോൾ ഈവൻ ആയിട്ട് നമ്മുടെ കേക്ക് വരും. ഒരുമാതിരി അങ്ങ് പൊങ്ങിയും അങ്ങനെ അൺഈവൻ ആയിട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി അത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ അവനിൽ ഒരു 150 ഡിഗ്രി 30 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തു. 30 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന കേക്കാണ്. ചില അവനിൽ 180, 200 ഒക്കെ ചിലത് പോകുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പം 150 ഡിഗ്രിയാണ് എൻ്റെ കയ്യിൽ കറക്റ്റ്. പിന്നെ അല്ലാതെ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്ന ടെക്നിക്കും ഉണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നമ്മുടെ യൂട്യൂബിലൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് ഈവൻ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇടയ്ക്ക് ആ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കടിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നല്ലൊരു കേക്കാണ്. അപ്പൊ നമ്മളത് ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. രാഖി ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്ന കേട്ടോ. അമ്മ ഡിന്നറൊക്കെ കഴിച്ചു, അമ്മയുടെ ഗുളിയൊക്കെ കഴിച്ചു ദേ ഉറങ്ങാൻ പോവാ. അപ്പൊ കേക്ക് അമ്മയ്ക്ക് ഇന്ന് വേണ്ട, നാളെ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അമ്മ ഉറങ്ങാൻ പോവാ. അപ്പൊ രാഖി ദേ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഡിന്നർ ഇന്ന് എന്തായിരുന്നു എന്ന് വെച്ചാൽ ദേ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തണുപ്പത്ത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ദഹിക്കാനും നമ്മുടെ ബോഡിക്കും ഒക്കെ നല്ലത്. ബോയിൽഡ് എഗ്ഗും സ്വീറ്റ് പൊട്ടറ്റോവും അതിൻ്റെ ചട്നിയും പിന്നെ ഈസ്റ്റപ്പവും. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കുക, രാഖി പിന്നെ കഴിക്കുന്നേ ഉള്ളൂ. അങ്കുവും കഴിച്ചു കേട്ടോ. അമ്മ കഴിച്ചപ്പോൾ തന്നെ ഈസ്റ്റപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പത്തിന്റെ മാവിൽ ഈസ്റ്റ് ഇട്ട് അരച്ച് വെച്ച ചോറ് അരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് വന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലി പോലെ ഒഴിച്ചു, പിന്നെ കുറച്ച് ഇങ്ങനെ കട്ടോരീസ് ഉണ്ടല്ലോ അതിലും കൂടെ ഒക്കെ ഒഴിച്ചിട്ടതേ ഇങ്ങനെ വെച്ചാണ് ചുട്ടെടുത്തത്. നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ ഒത്തിരി ഹെൽത്തിയും അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ഈസ്റ്റപ്പം എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വരും കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് കൂടെ ഉണ്ടാക്കിയ ചട്നിയാ, ഉള്ളിയും പച്ചമുളകും എണ്ണയും ഉപ്പും കൂടെ ചതച്ചെടുത്തത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ദേ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പിന്നെ എന്തായാലും ഞങ്ങൾ ഓരോ പീസ് കേക്ക് മുറിച്ച് കഴിച്ചിട്ടേ കിടക്കത്തുള്ളൂ. അമ്മയ്ക്ക് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. മാത്രമല്ല അമ്മ ഗുളികയും കഴിച്ചു. ഗുളിക വെച്ചാൽ പിന്നെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. തണുപ്പത്ത് ഞങ്ങൾ മുടങ്ങാതെ കഴിക്കുന്ന സാധനം ഈ മുട്ടയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേക്ക് കാണണ്ടേ, അങ്ങനെ വിട്ടു വന്നു കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. തിരിച്ചിട്ടതാ. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നന്നായിട്ട് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വിട്ട് വരും. പിന്നെ നല്ല ഷേപ്പിൽ തന്നെ ഒരുപാട് പഫപ്പ് ആവാതെയൊക്കെ ഇരിക്കും. അപ്പം അങ്കുവാണ് സ്ഥിരം നമ്മുടെ കേക്ക് മുറിക്കുന്നത്. അപ്പം അങ്കു തന്നെയാണ് ഇന്നും മുറിക്കുന്നത്. അവൻ കേക്ക് മുറിക്കാൻ നല്ല എക്സ്പേർട്ടാണ്. കാരണം കുഞ്ഞിലെ മുതലേ ഞാനിങ്ങനെ കേക്കുകൾ ഉണ്ടാക്കി കൊടുത്ത് അവൻ തന്നെ കട്ട് ചെയ്ത് എന്നെ കാട്ടിയും രാഖയെ കാട്ടിയും ആരെ കാട്ടിയും നല്ല എക്സ്പേർട്ടായിട്ട് അവൻ കേക്ക് മുറിച്ച് തരും. അപ്പം അവൻ തന്നെ മുറിക്കട്ടെ. നീ കഴിക്കേ, ഫസ്റ്റ് നീമോ കഴിക്കേ, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെയുണ്ട് സൂപ്പർ. അപ്പോൾ ദേ നമ്മുടെ കേക്ക് സൈഡ് ഇതാണ്, ഈ സൈഡ് ഇതാണ്, ബാക്ക് ഇതാണ്, ഫ്രണ്ട് ഇതാണ്. സൂപ്പറായിട്ട് വന്നു. ഒരു ക്രാക്ക് പോലും ഇന്ന് വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ന ടെക്സ്ചറും എല്ലാം. രാഖിക്ക് ഇങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട്? സാധാരണ പോലെ നന്നായിട്ടുണ്ട്. ഓ അപ്പൊ എപ്പോഴും കൊള്ളത്തില്ലെന്നാണോ? അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കാട്ടോ. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായി. കാരണം ടൂട്ടി ഫ്രൂട്ടിക്ക് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ഈ വർഷത്തെ ഫസ്റ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ അമ്മയുടെ പങ്കും അവിടെ വെച്ചിട്ടുണ്ടേ.
പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ വിശേഷമാ. ഇന്ന് സൂര്യനേ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വായന്നൊക്കെ ശരിക്കും പുക പോകുന്നുണ്ടായിരുന്നു. വായന്ന് പുക പോകുന്നുണ്ട്. ശരിക്കും ഒത്തിരി സൈലന്റ് ആയിരുന്നു, ആരെയും പുറത്ത് കാണാത്ത ഒരു പ്രതീതി. സാധാരണ ലേബേഴ്സ് ഒക്കെ അവിടെ എവിടെയെങ്കിലും നിൽക്കും, ഇന്ന് അവർ പോലും ഇല്ലായിരുന്നു. കാരണം ഒരു വല്ലാത്ത തണുപ്പാന്നേ, അസ്ഥിക്ക് പിടിക്കുന്ന തണുപ്പെന്ന് പറയുന്നില്ല, അതുപോലെയാണ്. പക്ഷെ ഒരു ഭംഗിയുണ്ട് പുറത്തിറങ്ങുമ്പോൾ. മുഖത്തൊക്കെ ഇങ്ങനെ തണുപ്പ് അടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഈ തിത്തിരി പക്ഷിക്ക് മാത്രം ഒരു കുഴപ്പമില്ല, കീ 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 എന്ന് പറഞ്ഞത് ഓടി നടക്കുക. നമ്മുടെ മരങ്ങളൊക്കെ കണ്ടോ? പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, എന്തോ ഒരു ഭംഗി നോക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ റോസാപ്പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ബൊഗെയിൻ വില്ലയും സീസണൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ. അവിടെയും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ടൊമാറ്റോ സൂപ്പ് എടുത്തു. അമ്മയുടെ ഫേവറേറ്റ് ആണ്. എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ അമ്മയുടെ നിർബന്ധപ്രകാരം കുറച്ചെടുത്തു. ഈ ബ്രെഡ് ക്രംസ് ഒക്കെ അമ്മ തന്നെയാണ് എടുത്തിട്ട് തന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പുമൊക്കെ അമ്മ തന്നെ അമ്മയുടെ അതിനകത്ത് എടുത്തിട്ടപ്പോൾ ഞാനും കുറച്ചിട്ടിട്ട് കുടിച്ചങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞില്ല അത്ര താല്പര്യമില്ല. അപ്പം നമ്മുടെ മെനു ഇന്ന് ഇതായിരുന്നു. ഓണിയൻ റൈസ്, ബൂന്തി റൈത്ത, പംകിൻ ഉണ്ടല്ലോ ഇവിടെ കദ്ദു എന്ന് പറയും, നമ്മുടെ മത്തങ്ങയുടെ ഒരു ഡ്രൈ ഒരു സബ്ജി എന്ന് ഇവിടെ പറയും, വെജിറ്റബിൾ. പിന്നെ മിക്സ് വെജ്, പിന്നെ ദാല്, പാലക് ദാല്, മൂങ് ദാൽ ഹൽവ, ഇതൊക്കെയായിരുന്നു മെയിന്. കുറച്ച് സാലഡും അച്ചാറും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതും എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കണം. ഞാൻ ഇത്രയും സാലഡ് എടുത്തുള്ളൂ. പിന്നെ റൊട്ടി ആസ് യൂഷ്വൽ വരുമല്ലോ. തനി ഒരു നോർത്ത് ഇന്ത്യൻ മീൽ എന്ന് പറയാം. അമ്മയ്ക്ക് ചൂടോടെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. കാരണം ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കുന്നത് ഒരു ടേസ്റ്റ് തന്നെയല്ലേ. ഇതായിരുന്നു അപ്പോൾ നമ്മൾ കഴിച്ച നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ ഡൈനിങ് ഹാള്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അനക്കോ ആവിയൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ വന്ന് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആളുകൾ അധികം കറങ്ങി നടക്കുന്നതും ഇല്ല. നോട്ടക്കാരൻ മാത്രം ഫ്രണ്ടിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ രണ്ടുപേരും കൂടെ അരിച്ചിറങ്ങുന്ന തണുപ്പിലൂടെ മന്ദം വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ വെച്ച് എൻ്റെ കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.